കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിശപ്പിന്റെ വിളി വരും. അങ്ങനെയാണ് ഈ ഒരു സാധനത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ആർത്തി തന്നെയെന്ന് നിങ്ങൾ പറയുമായിരിക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ. ഇതെങ്ങനെന്ന് വെച്ചാൽ ഞാനിത് കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ അരമണിക്കൂറാണ് മെനു വായിച്ചു പഠിച്ചത് എന്തായാലും വെറുതെ ആയില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഷവായി മന്തി. കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കൺഫ്യൂഷൻ എന്തായിരുന്നു വെച്ചാൽ ഇത് നമുക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുമോ? ഇത് മാത്രല്ലേ ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. ഇതാണ് വിശന്ന് കഴിഞ്ഞ് ഓർഡർ ചെയ്താലുള്ള വേറെ കുഴപ്പം. പിന്നെ മെനുവിൽ കാണുന്ന എല്ലാം കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ തോന്നും. അങ്ങനെ വി എൻഡ് അപ്പ് ഓർഡറിംഗ് 10 പേർക്കുള്ള ഫുഡ്. കാര്യം ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഇത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതിന്റെ പുറമെ പൊറോട്ട, അപ്പം ഒക്കെ ഉണ്ട്. പിന്നെ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം എന്ന് വെച്ചാൽ ടേക്ക് അവേ എടുക്കാലോ. ഇനി ഞാൻ ഫുഡിന്റെ ടേസ്റ്റിനെ പറ്റി 2 വാക്ക് പറയാം. ഷവായി മന്തി നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ചിക്കന്റെ സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട ആൻഡ് ബീഫ്, അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊറോട്ടയൊക്കെ നല്ല കറി മുറിവെന്നാണ് ഇരുന്നായിരുന്നത്. ബാക്കിയുള്ള ഫുഡൊക്കെ ടേക്ക് അവേ എടുത്തിട്ട് ഒരു ചായയും വാങ്ങി നമ്മൾ ഇറങ്ങി. ഫുഡ് വളരെ നല്ലതായിരുന്നു. കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ഞാൻ ക്യാമറ ചെയ്യാണ്. അങ്ങനെ നാണുങ്ങണി ഞാൻ നമ്മുടെ ചേച്ചിനും കൊണ്ട് നമ്മൾ പോയത് ഈസ്റ്റ് ഹാമിലുള്ള റൈസ് ക്ലബിലേക്കാണ്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ.